ഈസ് ജർമ്മനി സേഫ് ഫോർ ഗേൾസ് ടു ഗോ എലോൺ? നമ്മുടെ നാട്ടിലെക്കാളും പ്രാന്തന്മാര് കൂടുതലുള്ളത് ജർമ്മനിയിലാണെന്ന് തോന്നുന്നു. ബീറും കുപ്പി അടിച്ച് പൊട്ടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലു പിടിക്കണമെന്നൊക്കെ കാണാം. അങ്ങോട്ട് ചൊറിയാൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. നമ്മുടെ കാര്യം നോക്കി നമ്മൾ പോവാ. നാട്ടിലെ പോലത്തെ അലവലാദികളൊന്നും ഇല്ല. ഇങ്ങനെ ആ സമയത്ത് എന്താണ് ഇവിടെ വന്നിരിക്കണേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും വരില്ല. നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, ഡിഡ് യു ഫേസ്ഡ് എനി റേസിസം ഇൻ ജർമ്മനി? നമ്മുടെ ബിഹേവിയർ പോലെ ഇരിക്കും. ഇപ്പൊ നമ്മൾ ട്രെയിനിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കിയാൽ അവർ നമ്മളോട് റേസിസം എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ അവർ പ്രതികരിക്കും. എന്തിനാണ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പ്രതികരിച്ചാൽ അത് റേസിസം ആണോ? നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്റ്റേ ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്ന് കൂടെ പറയുമോ? ആപ്പിന്റെ പേരും അതിന്റെ ഐക്കണും കൂടി ഇട്ടേക്കുക. ആവറേജ് ഞാൻ പറയുവാണെങ്കിൽ 350-400 ആയിരിക്കും റെന്റ്. എപ്പോഴെങ്കിലും 1 ഇയറിൽ മോർ ദാൻ 140 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്താൽ സീനാണോ എന്ന്? അങ്ങനെ ചെയ്താൽ സീനാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ജർമ്മനിയിൽ പോകാൻ എത്ര ചെലവ് വരും, ഇൻക്ലൂഡിങ് ട്രാവൽ, ഫുഡ്, ഡെയിലി തിങ്സ്, പിന്നെ യൂണിവേഴ്സിറ്റി എമൗണ്ട് എക്സെട്ര? 708 കാട്ടിയത്. അപ്പോൾ റൗണ്ട് ചെയ്ത് 700 കൂട്ടിക്കോ. കാട്ടി വെച്ച് A1 A2 ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സമയമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ചില്ല. ഈ ജോബ് വാലി എന്നൊക്കെ പറഞ്ഞാൽ തേർഡ് പാർട്ടി അക്കൗണ്ട് പോലെയാണ്. അവർ വഴി നമുക്ക് ജോലി തരും. അപ്പോൾ ജോബ് വാലി ആയിരിക്കും. ഇപ്പോൾ ജോബ് വാലി വഴി നമുക്ക് ജോലി കിട്ടിയാൽ ജോബ് വാലി ആയിരിക്കും നമുക്ക് പേയ്മെന്റ് തരാം മാസം. ഐ ആം ഓൾസോ ഇൻ ജർമ്മനി സെർച്ചിങ് ജോബ്. ഓക്കെ, സെർച്ച് ചെയ്യും. നിങ്ങൾ സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യാണ്ട് പുറത്തിറങ്ങി ഓരോ കടയിലും പോയി ചോദിക്കാം. ജർമ്മനിയിലാണോ ഇന്ത്യയിലാണോ മാസ്റ്റേഴ്സ് ചെയ്യാൻ ബെറ്റർ എന്ന് വെച്ചാൽ ഞാൻ പറയും ജർമ്മനിയിലാണ്. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒറ്റക്ക് നിൽക്കാൻ പഠിക്കും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണതാണ്.